തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ പെൺകുട്ടികളുടെ ഒരു സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ. തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം. വളരെ പ്രമുഖരായ വ്യക്തികളും പഠിച്ച സ്കൂളാണ്. KS ചിത്ര, അതുപോലെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ പഠിച്ച സ്കൂളാണ് വഴുതക്കാടുള്ള നമ്മുടെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ. അവിടെ തന്നെയാണ് ശ്രീലേഖ IPS പഠിച്ചത്. ഇന്ന് പഠിച്ച സ്കൂളിൽ പഴയ പവാടക്കാരിയുടെ ഓർമ്മകളുമായിട്ടാണ് ശ്രീലേഖ IPS വോട്ട് ചെയ്യാൻ എത്തിയത്. ഞങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഈ ക്ലാസ്സിലാണ് പഠിച്ചത് എന്ന് വളരെ സന്തോഷത്തോടെ മാഡം പറയുകയുണ്ടായി. മറ്റൊന്ന്, ഈ സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ ഭയങ്കര ടെൻഷനാണല്ലോ. ആ ടെൻഷൻ മനസ്സിലുണ്ടോന്ന് വെച്ചാൽ ഞാനിന്ന് കൂളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും NDAയുടെ നാരീ ശക്തിയായി തിരുവനന്തപുരത്തിന് വട്ടിയൂർക്കാവിൽ നിന്നൊരു MLA ആയി താൻ തിരിച്ചു വരും എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച് തന്നെയാണ് ശ്രീലേഖ മടങ്ങിയത്. മാഡത്തിന്റെ വാക്കുകളിലേക്ക്. പഠിച്ച സ്കൂളാണ്. ഈ പഠിച്ച സ്കൂളിലെ പഴയ പാവടക്കാരി കണ്ടോ വന്നപ്പോ? ഇവിടെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ 2ാം ക്ലാസ് തൊട്ട് ഇവിടെ. ഈ ക്ലാസ്സിലായിരുന്നോ? ഈ അടുത്തൊരു ക്ലാസ്സിലായിരുന്നു. അതെ അതെ. ഇന്നിപ്പോ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോ എന്താണ് മാഡത്തിന്റെ മനസ്സിലായത്? മാഡം IPS പരീക്ഷ എഴുതുമ്പോ, അതായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോ ഉള്ള ടെൻഷൻ ആണോ ഇന്ന് തോന്നുന്നത്? അല്ല, IPS ഭയങ്കര ടഫായിരുന്നു. ഇതത്രയും ടഫല്ല. IPSന്റെ ഫുൾ ടൈം എനിക്ക് സമ്മർദ്ദങ്ങൾ ആയിരുന്നു. പരീക്ഷ എഴുതിയപ്പോഴും ഇന്റർവ്യൂവിന് പോയപ്പോഴും ഒക്കെ. ഇതൊരു നല്ല ആത്മവിശ്വാസമല്ലേ? ഇത് നല്ല സ്മൂത്താണ്. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. കാരണം ജനം എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയോ? എവിടെയാ പോയത്? ഞാൻ എന്റെ കുടുംബക്ഷേത്രമുണ്ട്. അത് പഴയ ശ്രീകണ്ഠേശ്വരത്തിന്റെ തൊട്ടടുത്തൊരു ഭഗവതി അമ്പലമുണ്ട്. എന്റെ കുടുംബം ദേവി ഭഗവതി അവിടെയാണ്. പിന്നെ അരിസ്റ്റോ ജംഗ്ഷനിൽ ഒരു ഗണപതി ഉണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ പണ്ട് എപ്പോഴും തൊഴുതുകൊണ്ടിരുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ ഒരു എന്താ പറയുന്നത്, എന്റെ വളരെ അടുത്ത ഒരു ഗണപതിയാണ്. രണ്ടിടത്തും പോയി, എല്ലായിടവും പോയി കണ്ടു, വന്നിപ്പോ ഇന്ന് വോട്ട് ചെയ്തു. വളരെ ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും ഞങ്ങളും വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് NDAയുടെ ഒരു നാരീശക്തിയുടെ ഒരു കരുത്ത് നമുക്ക് MLA ആയിട്ട് കേരളത്തിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും മാഡത്തിന് ഞങ്ങളെല്ലാ ആശംസകളും.